നമസ്കാരം. BNC മലയാളത്തിലേക്ക് സ്വാഗതം. ഓരോ ചുവടിലും കൂട്ടായി നിന്ന അച്ഛൻ ഇനിയില്ലെന്ന് ICUവിൽ ജീവന് വേണ്ടി പോരാട്ടം തുടരുന്ന ദേവുവിന് അറിഞ്ഞിട്ടില്ല. നൂറനാട് CBM HSSലെ വിദ്യാർത്ഥിനിയായ 9 വയസ്സുകാരി ദേവു ചന്ദനയുടെ എല്ലാമെല്ലാമായ അച്ഛൻ ചിതയിൽ വെണ്ണീറാകുമ്പോൾ മകളുടെ ജീവിതമെങ്കിലും തിരിച്ചു നൽകാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഡോക്ടർമാർ. ആലപ്പുഴ നൂറനാട് പുത്തൻവിള അമ്പലത്തിലെ ഉത്സവത്തിന് മേളത്തോടൊപ്പം ചുവടുവെച്ചതോടെയാണ് ദേവു സോഷ്യൽ മീഡിയയിലെ താരമായത്. തുടർന്ന് സ്വകാര്യ ചാനലിലെ ഹാസ്യപരിപാടിയിൽ പങ്കെടുത്തതോടെ കേരളക്കരുടെ കുഞ്ഞു താരമായി ദേവു മാറി. ഇതിനിടയിലാണ് ദേവുക്ക് കൂട്ടായി ഒരു കുഞ്ഞുവാവ കൂടി കടന്നു വന്നത്. എന്നാൽ 6 ദിവസം കൊണ്ട് ആ പുഞ്ചിരിയും കടന്നുപോയി. ഗർഭാവസ്ഥയിൽ തന്നെ ആ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതിനാൽ കുട്ടിയുടെ ജീവൻ നിലനിർത്താൻ ആർക്കും സാധിച്ചിരുന്നില്ല. എല്ലാ ദുഃഖങ്ങളും കടിച്ചമർത്തി സന്തോഷങ്ങളാക്കി മാറ്റിയ ദേവുവിന്റെ മാതാപിതാക്കൾ എല്ലാ സ്നേഹവും അവൾക്ക് വാരിക്കോരി നൽകി. സന്തോഷകരമായ ദിവസങ്ങൾ കടന്നു പോകുമ്പോഴാണ് ദേവു വീട്ടിൽ കുഴഞ്ഞു വീണ് ആശുപത്രിയിലാകുന്നത്. കുഞ്ഞുദേവു കുഴഞ്ഞു വീഴാൻ കാരണമായത് തലച്ചോറിനേറ്റ ഒരു അസുഖമായിരുന്നു. തലച്ചോറിലെ കോശങ്ങൾ നശിച്ചു പോകുന്ന അപൂർവമായ രോഗമാണ് ദേവുവിന് ഉണ്ടായിരുന്നത്. 6 ദിവസം മുമ്പ് വരെ കളിച്ചിരികൾ നിറഞ്ഞ ലോകമായിരുന്നു ചന്ദ്രബാബുവിന്റെ വീട്. അപ്രതീക്ഷിതമായി എത്തിയ അതിഥി ആ അച്ഛന്റെ താളം തെറ്റിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളിൽ നിന്നും നിരാശയിലേക്കുള്ള വീഴ്ച അവസാനിച്ചത് തന്റെ മകളെ തന്നെ ചികിത്സിക്കുന്ന SAT ആശുപത്രിക്ക് പുറത്ത് മരക്കൊമ്പിൽ തൂങ്ങി മരിച്ച നിലയിലാണ്. ലക്ഷങ്ങളുടെ ചെലവ് വരുന്ന ചികിത്സയായിരുന്നു ദേവുവിന് വേണ്ടിയിരുന്നത്. പെയിന്റിംഗ് തൊഴിലാളിയായ ചന്ദ്രബാബുവിനും ഭാര്യയ്ക്കും താങ്ങാൻ കഴിയുന്നതിന് അപ്പുറമായിരുന്നെങ്കിലും നല്ലവരായ നാട്ടുകാരും സുഹൃത്തുക്കളും അത് ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു. ഇതിനിടയിൽ ചികിത്സ സൗജന്യമാണെന്ന് സർക്കാരും പ്രഖ്യാപിച്ചു. ഞായറാഴ്ച രക്ഷിതാക്കൾ പുറത്തുനിന്ന് വാങ്ങിയ മരുന്നിന് ചെലവായ 26,000 രൂപ വരെ റീഫണ്ട് ചെയ്ത് ചെക്ക് തയ്യാറായ വിവരം ചന്ദ്രബാബുവിനെ ഡോക്ടർമാർ അറിയിച്ചിരുന്നു. എന്നാൽ മക്കളെ ഇല്ലാത്ത ലോകത്ത് താൻ നിൽക്കില്ലെന്നും അവളുടെ ചേതനയേറ്റ ശരീരം കാണാൻ തനിക്ക് സാധിക്കില്ലെന്നും അവൾക്ക് മുമ്പേ ഞാൻ പോകുമെന്ന് ഉറക്കെ നിലവിളിച്ച് പല സുഹൃത്തുക്കളെയും കുടുംബങ്ങളെയും ചന്ദ്രബാബു ഫോൺ ചെയ്തിരുന്നു. എല്ലാവരും ആശ്വാസം പകർന്നപ്പോൾ അവരിൽ ആരും ചന്ദ്രബാബു ഈ കൊടും കൈ ചെയ്യുമെന്ന് ഓർത്തില്ല. ഒടുവിൽ എല്ലാ സങ്കടങ്ങളും ഏറ്റുവാങ്ങാൻ വിധിച്ചത് ചന്ദ്രുവിന്റെ ഭാര്യ രജിതയ്ക്കാണ്. ആ മകളുടെ ജീവനെങ്കിലും തിരിച്ചു കിട്ടണേ എന്ന പ്രാർത്ഥനയിലാണ് ഇന്ന് കേരളീയർ. ന്യൂസ് ഡെസ്ക് BNC.